ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ രണ്ട് തരം പെട്ടെന്നാക്കി എടുക്കാൻ പറ്റുന്ന രണ്ട് തരം സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിതാ നമുക്ക് ഈ ലുക്കൈമത്തൽ ഉണ്ടാക്കുന്നത് പോലെ അതിൻ്റെ മാവ് ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടി ഇതാ 1 ടീസ്പൂണ് ഈസ്റ്റാണ് ഇട്ടുകൊടുത്തത്. അതിലേക്ക് 2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇളം ചൂട് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പാലില്ലെങ്കിൽ ഇളം ചൂട് വെള്ളം ഒഴിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ 1 കപ്പ് പൊടിക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പൊടി കൂട്ടി കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ ആയതിനു ശേഷം ഇതാ ഇളം ചൂട് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു തിക്കിലാണ് ഈ മാവ് ആക്കിയെടുക്കേണ്ടത്. എന്നിട്ട് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ഇത് നന്നായി ആക്റ്റീവായി ഇതുപോലെ പൊന്തി വരും. അപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഈത്തപ്പഴം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് ഈ മാവിൽ ഓരോന്നും മുക്കി നമുക്ക് നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നും ഇടുമ്പം തന്നെ അത് നന്നായി പൊന്തി വരുന്ന കാണുന്നില്ല. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് ഇട്ടെടുക്കുമ്പോൾ തന്നെ ഒരു ഭാഗം ആയി കിട്ടും. എന്നിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കൂടുതൽ ടൈമൊന്നും നമുക്കത് അതിന് ടൈം വേണ്ട. പെട്ടെന്ന് നമുക്കത് പൊരിച്ചെടുക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റായ ഈത്തപ്പഴം പൊരിച്ചതാണ്. ഇതിപ്പോൾ എത്ര ടൈം കഴിഞ്ഞാലും ഇതേ സോഫ്റ്റിലും ഇതേ ഇതിൽ തന്നെ ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ ഈത്തപ്പഴമാണ്. ഇതുപോലെ ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പ് അല്ലെങ്കിൽ ഹണി എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇതിലിപ്പോൾ ഈത്തപ്പഴം വെച്ചത് കൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഈത്തപ്പഴം ഫ്രൈ ആണ്. ഇനിയിപ്പം വേറൊരു സ്നാക്സാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് മുട്ട വെച്ചിട്ടുണ്ടാക്കിയതാണ്. മുട്ട ബജി എന്നൊക്കെ പറയുന്ന പോലെ ആ മുട്ടൻ്റെ ഒരു സ്നാക്സാണ് ഞാൻ ആക്കിയത്. അതിനു വേണ്ടി കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. ഒരു ഹാഫ് ഉള്ളിയാണ് എടുത്തത്. ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇതും എടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ട മാവ് ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് മൈദപ്പൊടിയിൽ ഞാൻ ഒരു 1/4 കപ്പോളം കടലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ച ഈ മല്ലിയില ഇതൊക്കെ ഒന്ന് ഗ്രൈൻഡറിൽ അരച്ചെടുത്തതിന് ശേഷം അതും കൂടി ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് അനുസരിച്ച് വെള്ളവും ചേർത്ത് അതൊന്ന് മിക്സാക്കി എടുക്കുക. നന്ന തിക്കായിട്ട് ആക്കാനും പാടില്ല, അതുപോലെ നന്ന ലൂസാക്കാനും പാടില്ല. ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മാവാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എത്രയാണ് മുട്ട വേണ്ടുന്നത് അനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഈ ബാറ്ററിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് നല്ല ചൂടുള്ള ഓയിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാനും പറ്റുന്നതാണ്. അതുപോലെ നല്ല ടേസ്റ്റാണ്. കാരണം ഇതിൻ്റെ മാവിലേക്ക് നമ്മൾ മസാലകളൊക്കെ ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റിലൊരു മുട്ട ബജിയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.